പുതിയ ഭാരവാഹി പട്ടികയ്ക്ക് പിന്നാലെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറിയെന്ന് സൂചന. ബി.ജെ.പി സംസ്ഥാന പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് PR ശിവശങ്കർ ലെഫ്റ്റ് അടിച്ചു. പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാക്കുമെന്ന് കരുതിയിരുന്ന നേതാവാണ് PR ശിവശങ്കർ. കോഴിക്കോട് നിന്നുള്ള TP ജയചന്ദ്രനെയാണ് മുഖ്യ വക്താവായി പുതിയ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചത്. ഇതിലെ അതൃപ്തിയാണ് ശിവശങ്കർ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കാൻ കാരണമായെന്നാണ് സൂചന. പി മുരളീധരൻ പക്ഷത്തെ വെട്ടിനിർത്തിക്കൊണ്ടുള്ള ഭാരവാഹി പട്ടിക പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആ ഗ്രൂപ്പിൽ നിന്ന് പരസ്യമായ എതിർപ്പുകൾ വന്നേക്കുമെന്ന് നിരീക്ഷണമുണ്ടായിരുന്നെങ്കിലും പട്ടിക വന്നയുടൻ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം പക്ഷത്ത് നിന്നാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗമായ PR ശിവശങ്കർ പാർട്ടി പ്രതിസന്ധിയിലായിരുന്ന ഘട്ടത്തിലൊക്കെ പ്രതിരോധമുയർത്തിയ നേതാവാണ്. ചാനൽ ചർച്ചകളിലെയും മറ്റു നിറസാന്നിധ്യമായിരുന്ന PR ശിവശങ്കർ മുഖ്യ വക്താവായി തന്റെ പേരില്ലാത്തതിന് പ്രതിഷേധം അറിയിച്ചതാണ് PR ശിവശങ്കറിനെ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവരാണ് സംസ്ഥാന ബി.ജെ.പിയുടെ പുതിയ ജനറൽ സെക്രട്ടറിമാർ. ഷോൺ ജോർജ്, മുൻ IPS ഉദ്യോഗസ്ഥ R ശ്രീലേഖ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ്. V മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടാണ് പുതിയ ഭാരവാഹി പട്ടിക എന്നത് ഏറെ ശ്രദ്ധേയമാണ്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഈ അടുത്ത് ബി.ജെ.പിയിൽ ഊരിത്തിരിഞ്ഞ സമവാക്യങ്ങൾ PK കൃഷ്ണദാസ് പക്ഷത്തിന് അനുകൂലമാണെന്നാണ് പരക്കെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. തൃശൂർ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.